ആദ്യം അനൗൺസ്മെന്റോടുകൂടി ഒന്ന് തുടങ്ങാം. ഓക്കെ, ഹൂ ഈസ് റെഡി ഫോർ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ്? Are you ready for Friday fight night? എന്ത് ചോദിക്കേണ്ടത് പറ, വെറുതെ ചോദിക്കുന്നു പറഞ്ഞു. അതെന്താ അപ്പൊ എന്നോട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിക്കും? ഈ സ്ക്രീനിൽ കണ്ടത് ഞാൻ തന്നെയാണോ? തിയേറ്ററിൽ ഇന്നൊന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ. അതോ അഭിനയിക്കുമ്പോ പറഞ്ഞാ എനിക്ക് അങ്ങനെ തോന്നില്ല. അഭിനയിച്ചു കഴിഞ്ഞു, ശരിയാമോ? ശരിയായി, ഓക്കെ സെറ്റ്. അതൊക്കെ മറ്റേ സീസൺഡ് ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കി മോസ്റ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നൈട്രോക്കിളിയാണ്. ഞാനവിടെ കടൽക്കൊമ്പനായാലേ കാര്യമുള്ളൂ. ചിലതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും, പക്ഷെ ചിരിച്ചോണ്ടിരിക്കണം നമ്മള്. ഭയങ്കര യങ് എനർജി ഉള്ളൊരു, ഞങ്ങളെല്ലാവരുടെയും പ്രായം ഒന്ന് കുറഞ്ഞു. സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായാൽ മാത്രം നമ്മൾ അതിനപ്പുറം ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് നിങ്ങൾ അറിയുമോ, അതിനായിട്ട് നിങ്ങൾ സിമ്പതി കാണിക്കുമോ, ഒന്നും വേണ്ട. റോൾ മോഡലാണ് നമ്മളെ. അവൻ പറഞ്ഞ എന്തായാലും ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എന്തായിരുന്നു വെളുപ്പിന് 4:30 കിടന്നപ്പോ എന്ത് പറ്റി, ഞങ്ങൾ സംസാരിക്കും. പൈപ്പിൻ ചോട്ടിലിരുന്ന് പരദോഷമൊക്കെ പറഞ്ഞ് തീരുമ്പോ തുടങ്ങിയത് എന്നെ പറ്റിട്ടൊക്കെ പടം റിലീസായി കഴിഞ്ഞിട്ടാണ് എന്നെ ഇവരുടെ ഗ്രൂപ്പിൽ ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. ഒരു സിനിമ സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ ദിവസമായി ഇവരെ എല്ലാവരും ഒന്നിച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ഇന്ന് കിട്ടിയിരിക്കുന്നു ചട്ടാപ്പച്ച. നമസ്കാരം. ഞാനൊരു കാര്യം പറയാം. പരിപാടിയൊക്കെ ഉണ്ട്, എല്ലാം ഇവിടെ തുടങ്ങിക്കോ. ഞാനെന്താ പറയാനാ? നീ തുടങ്ങാന്നല്ല പറഞ്ഞത്, ഞാനും കൂടെ മാറി. പറയാൻ വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഇതിനകത്ത് അഭിനയിച്ചില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടായിരുന്നു വിചാരിക്കുന്നത്. ആദ്യം പറയാൻ പോയത് അവിടെ പറഞ്ഞു. നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കരുത്. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ ക്വസ്റ്റ്യൻ നിരോധിച്ചിരിക്കുന്നു. എന്തായാലും ചോദിക്കുന്ന എനിക്ക് അറിയാം. എല്ലാവരും ചോദിക്കില്ല. അവിടെ ഇരുന്ന ഒരു 2 ചോദ്യം ഇവരോട് എല്ലാവരും ഓരോ ചോദ്യം ചോദിച്ചിട്ട് ഇവിടെ വന്നിരുന്നാൽ എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല കേട്ടോ. ഈ കൂടെ ഉള്ള ആർക്കാണ് എന്നെ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുകയും ചെയ്തത്. വേറെ ചോദ്യം ചോദിക്കും. അത് വൈഷ്ണവ് ചോദിച്ചു തുടങ്ങിയോ? സിനിമയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചോ? എനിക്കറിയില്ല. ഒന്ന് എന്തെങ്കിലും ചോദിക്കാതെ ഇവിടുന്ന് ഞാൻ മാറില്ല. എന്ത് ചോദിക്കേണ്ടത് പറ, വെറുതെ ചോദിക്കുന്നു പറഞ്ഞു. ചത്തപ്പച്ച എങ്ങനെയുണ്ടായിരുന്നു? ചത്തപ്പച്ച എങ്ങനെയുണ്ടായിരുന്നു വൈഷ്ണവ്? ചത്താവച്ച അടിപൊളിയായിരുന്നു. വേദുവിന്റെ ശല്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? എന്നെ. ബാക്കി എല്ലാവരെയും പറ. ബാക്കി എല്ലാവരും ഒരാളെ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരാളെ ഇതില് വന്നിരിക്കുന്ന ആൾക്കാരെ എന്നെ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെ പറയണം. വൈഷ്ണവ്
കൂട്ടത്തിൽ ഇരിക്കുന്ന എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല. നീ ആരെങ്കിലും പേരൊന്ന് പറയൂ. ഒന്ന് പറഞ്ഞ് തീർക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും പേര് പറ. എനിക്ക് ശാന്താണ്. ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. തോറ്റു ചേട്ടന്റെ കൊറേ ഫോണിൽ ഇല്ലേ കൊറേ സാധനങ്ങൾ എൻ്റെ അങ്ങനെ ഒരു ഫോണിലൊരു കാര്യമില്ല. അതെ ഫോണിൽ അങ്ങനത്തെ പരിപാടിയേ ഇല്ല. ആദ്യമല്ല നമ്മൾ തമ്മില് റോഷ ഞങ്ങൾ തമ്മിൽ ആദ്യ ആളെ ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നാളെ അല്ലേ. പക്ഷെ എന്തായാലും നല്ല സിനിമ, തിയേറ്ററിലൊക്കെ നല്ല റെസ്പോൺസ്. ആദ്യ ദിവസം തന്നെ കണ്ടു, ആദ്യ ദിവസം റിവ്യൂ ചെയ്തു. മമ്മൂക്കാക്ക് റിവ്യൂ അയച്ചു കൊടുത്തു, മമ്മൂക്ക തംസപ്പ് അയച്ചു. പക്ഷെ അത്ര നല്ല ഒരു സിനിമ. മമ്മൂക്ക ലാസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഡയലോഗുണ്ട്, ഈ പിള്ളേരങ്ങ് പറഞ്ഞ് ഞാനങ്ങ് ചെയ്തു എന്ന്. അത് മമ്മൂക്ക കറക്റ്റാണ് പറഞ്ഞത്. കുറേ കമൻറ്റുകളൊക്കെ വന്നല്ലോ. അപ്പോൾ പിള്ളേർ പറഞ്ഞ മമ്മൂക്ക അങ്ങ് ചെയ്തു. പക്ഷെ നമുക്കിവിടെ ഈ പരിപാടി ഒന്ന് തുടങ്ങുമ്പോൾ ആദ്യം അനൗൺസ്മെൻറ്റോടുകൂടി ഒന്ന് തുടങ്ങാം. അതല്ല എൻ്റെ രീതി. മിനോനെ അങ്ങനെയാണ്, നമ്മളെല്ലാം വേറെ റൂട്ടാണ്. അനൗൺസ് ചെയ്യണം. പിന്നെ ഓൾറെഡി അല്ല അതുകൊണ്ടല്ലേ നമ്മള് കേറ്റിട്ടോ. ഓക്കെ, ഹൂ ഈസ് റെഡി ഫോർ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ്? അവിടെ പോയിട്ട് എല്ലാം അവിടെ കൊണ്ടായിരുന്നു. ഓക്കെ ആട്ടോ, എല്ലാ കാര്യവും ആ സിനിമ മൊത്തം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പക്ഷെ കഥ ഒന്നും പറഞ്ഞിട്ടില്ല. കഥ പറയാനൊന്നും പറയരുതേ. ഒരിക്കലും പറയാൻ പാടില്ല. സിനിമ ഇനിയും കാണാൻ എത്ര പേരുണ്ടെന്ന് അറിയാവോ? സിനിമ കാണാൻ ഇനിയും ആളുകളുടെ ക്യൂ ആണ്. ഇന്നൊക്കെ ഫുള്ളാണ്, തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല. പിന്നെ അല്ലാതെ റോഷന്റെ ഒത്തിരി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ എത്രമാത്രം ഹൃദയത്തിലേക്ക് കയറിയിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? എനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയത് ആക്ച്വലി. ഇവരുടെയൊക്കെ ഒപ്പം ഇരിക്കുമ്പം ഇപ്പം പുതിയ പടം എന്നുവെച്ചാൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തിട്ടിരിക്കുന്ന ഒരു പുതിയ ആക്ടറിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ചുമ്മാ തള്ളാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്നൊക്കെ എല്ലാ രീതിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് സിനിമയുടെ കോർ ഐഡിയ കേട്ടിട്ട് അപ്പം തന്നെ ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തത്. എൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു എന്നൊക്കെ നറേഷൻ അത് പറഞ്ഞു വരുമ്പോൾ പടം കണ്ടിട്ടുള്ള ഒരാളെന്ന് അറിയാം ക്യാരക്ടർ എപ്പോഴായിരിക്കും വരുന്നത്. അതിനൊക്കെ മുമ്പേ തീരുമാനിച്ചു ഇതെന്തായാലും ചെയ്യണം എന്നുള്ളത്. പിന്നെ അതിനകത്ത് സ്വാഭാവികമായിട്ടും കിട്ടിയ ക്യാരക്ടറിനകത്ത് പ്ലേ ചെയ്യാൻ ഭയങ്കര രസമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്തതും ഈ സിനിമ എനിക്ക് വാല്യുബിൾ ആക്കുന്നതും ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാർ. ഇത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും കൂടാതെ ഒരു എക്സ്റ്റൻഡഡ് ഗ്രൂപ്പ് ഭയങ്കര യങ് എനർജിയുള്ളൊരു, ഞങ്ങളെല്ലാവരുടെയും പ്രായം ഒന്ന് കുറഞ്ഞു. കുറച്ചും കൂടി വേറൊരു രീതിയിലൊരു പടം, വേറൊരു രീതിയിൽ സിനിമേനെ തന്നെയൊക്കെ കാണാൻ തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ്. ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് അഭിനയിക്കുന്നത്. കാർമനുമായിട്ട് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. നിങ്ങൾ ഈ ടീമുകൾ ഈ ബാച്ചാണല്ലോ. ബാക്കി പിന്നെ ശ്യാമിന് എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ഞങ്ങൾ ഒരു 10 കൊല്ലം മുമ്പേ ഒരുമിച്ച് അഭിനയിച്ചും വർക്ക് ചെയ്തൊക്കെ തുടങ്ങിയ ആൾക്കാരാണ്. പക്ഷെ നാടകത്തിലായിരുന്നു. അതെ. സിനിമയിലല്ല. സിനിമ അവൻ്റെ അകത്ത് പടമായിരുന്നു. അവൻ അഭിനയിക്കുന്ന ആദ്യത്തെ ഫീച്ചർ ഫിലിം. പക്ഷെ എവിടെയായിരുന്നു? സിനിമാറ്റോഗ്രാഫറാണ്. പല പല ക്യാരക്ടർ ഇന്നതൊന്നുമില്ല. റിയൽ ലൈഫിൽ അങ്ങനെ മിനിറ്റിൽ ഇപ്പൊ മാറും. അത് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. മറ്റവള് തേച്ചിട്ട് പോയി മറ്റവളുടെ അടുത്തേക്ക് പോയി. അപ്പൊ ക്യാരക്ടർ മാറി മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാ. അതെ അല്ല, ജീവിതത്തിൽ അങ്ങനെയാണോ? ജീവിതത്തിൽ അങ്ങനെ ജീവിതത്തിൽ ചുമ്മാ അറിയാവുന്നവരാണ് ഒരു ജീവിതം. പല ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പൊ എന്ത് എന്നെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന എന്താണോ അതിനെ പുറമെ ഞാൻ കുറച്ച് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അഭിനയിക്കുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിനയിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് സിനിമയിലേക്ക് ഇത്ര നാളായിട്ട് ഒന്നും നോക്കിയില്ല? ഇത്ര നാൾ നോക്കിയതല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഡിഷൻസിന് കുറേ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് കിട്ടിയത്, അതാണ് സത്യം. ഞാൻ സിനിമയിലേക്ക് വന്നത് തന്നെ 18 പടി എന്ന പടത്തിൽ ശങ്കരാമകൃഷ്ണൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. അപ്പം പുള്ളിയുടെ ഞാൻ അഭിനയിക്കണമെന്ന് ആഗ്രഹം കൊണ്ടായിട്ട് പോകുന്നത്. പക്ഷേ പുള്ളി എന്നെ ഏടിയാക്കി. ചെറുതായിട്ടൊരു ഏടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ചെറിയ വന്നു പോകുന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ അതിന് ശേഷം പല ഓഡിഷൻസിനും പോയി, കിട്ടിയില്ല. പക്ഷേ ഇവിടെ പിന്നെ നാടകം ആണ് പിന്നെ ഞാൻ പെർസ്യൂ ചെയ്തത് വളരെ സീരിയസ് ആയിട്ട്. ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞ റോഷൻ ഡയറക്റ്റ് ചെയ്ത നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് അദ്വൈത നാടകം കാണുകയും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒന്ന് ഓഡിഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചോ. ഞാൻ വന്നു ചെയ്തു, കിട്ടി.
അത് ഗംഭീര കഥാപാത്രമാക്കി കിട്ടി. അതെ അതെ ഗംഭീര കഥാപാത്രം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായി. അതെ അതെ എത്ര വൈകിയാലും നമുക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ തിയേറ്ററിൽ ഒരു സീനാണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റിയ കഥാപാത്രമാണ് ഏറ്റവും വലിയ. കറക്റ്റ് അത്രയും വലിയൊരു ടീമിന്റെ കൂടെയാണല്ലോ ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും. അല്ലേ? അതെ അതെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് വലിയ ഭാഗ്യമായിരുന്നു മമ്മൂക്കാട് മുമ്പ് വെച്ച്. ഉള്ളിൽ നിന്ന് പറഞ്ഞ തന്നെ അല്ലേ? അല്ലാണ്ട് മമ്മൂക്കയുടെ മുമ്പില് മമ്മൂക്കയുടെ അടുത്തത് കാരണം മമ്മൂക്ക അഭിനയിക്കുന്ന ഒരു പടത്തിലൊരു ഭാഗമാവാൻ എല്ലാം ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഇത്രയും കാലമായിട്ട് ശ്രമിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കാനാണ്. ഒരു സിനിമയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കുമ്പോൾ അതിൽ മമ്മൂട്ടിയും ഉണ്ട്. ആ മമ്മൂട്ടിയുടെ പടത്തിലാണ് ഞാൻ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ എനിക്കത് ചെറുപ്പത്തിൽ നമ്മളൊരു ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ അത് അല്ല നടക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെ. അത് അല്ല, സിനിമ എന്നൊരു സ്വപ്നം എത്ര വർഷമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു? എനിക്കൊരു ചെറുപ്പം മുതൽ എനിക്ക് സിനിമയാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യവും ഇഷ്ടവും. എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ്റെ പുറകിലാണ് കുറേ കാലം നടന്നു വെച്ചത്. പിന്നെ ആക്ടിങ് തുടങ്ങി. ഇപ്പോൾ തുടക്കം ശരിക്കും പറഞ്ഞാൽ പറവട ഓഡിഷൻ്റെ സമയത്ത് എൻ്റെ ഫ്രണ്ട്സാണ് ശരിക്കും അവരാണ് ഓഡിഷന് പോകാൻ വേണ്ടി നിന്നേച്ചത്. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പറയും നീയും വെറുതെ ഇരിക്കണല്ലോ വന്ന് ഓഡിഷൻ ചെയ്യുന്ന പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ അവിടെ ഓഡിഷൻ ചെയ്ത് തുടങ്ങി. പിന്നെ ഓർത്ത് കൊള്ളാം ഇത് ഒരു പരിപാടി ആക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഓഡിഷൻ ചെയ്ത് പോയി. അങ്ങനെ ഓഫ്കോഴ്സ് നാടകവും ഇതൊക്കെ ചെയ്തു തുടങ്ങി, ഡയറക്ഷനൊക്കെ ചെയ്തു തുടങ്ങി. കുറച്ച് നാടകങ്ങളും ആഡ്സൊക്കെ അഭിനയിച്ച് അവസാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മടുപ്പ് തോന്നിയോ? ഒരിക്കലും ഇല്ല. ഓഡിഷന് പോകുന്നു ചിലപ്പോൾ മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് അന്നേ നമുക്ക് പാഷനേറ്റ് ആയതുകൊണ്ടാണ്. എത്ര ചാൻസസ് പോയാലും നമ്മളൊരു സിനിമയിൽ കയറിയിട്ട് അതിൽ കട്ട് ചെയ്ത് കളഞ്ഞാലും പിന്നെയും ചെയ്യാനുള്ളൊരു ഹങ്കർ ഉണ്ട്. അപ്പോൾ അത് ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ലൈക്ക് എനിക്കത് ഉണ്ടായാൽ അപ്പോൾ ഹാപ്പി. പ്രേക്ഷകർ ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു. ഞങ്ങളുടെ കഥാപാത്രത്തിൽ പ്രേക്ഷകർ ഹാപ്പിയാണ്. താങ്ക് യു. ഫൈറ്റൊക്കെ നേരത്തെ അറിയായിരുന്നോ? ഫൈറ്റ് അങ്ങനെ അറിയില്ലായിരുന്നു. ചേട്ടന്മാരുടെ കൂടെ കുസ്തി പിടിക്കുന്നുള്ളതല്ലാതെ ചേട്ടന്മാരുടെ എനിക്ക് 2 ചേട്ടന്മാരുണ്ട് വീട്ടില്. അല്ലാതെ ഫൈറ്റ് പരിപാടി ഒന്നും വീട്ടിൽ അറിയില്ല. നല്ല കുസ്തി പിടിക്കോ? എനിക്ക് കിട്ടലായിരുന്നു ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ആദ്യമായിട്ട് കൊടുക്കാൻ പറ്റിയത് ഇവിടെ. അപ്പോ ആ ഒരു ഇതുണ്ടായി. പിന്നെ ഫിറ്റ്നസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാൻസ് തിയേറ്റർ ഞാനും ചെയ്യുമായിരുന്നു. അപ്പൊ അതിലും ഫിസിക്കൽ മൂവ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഫൈറ്റ് ആയിട്ട് ട്രെയിനിങ് തന്നതും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതൊക്കെ നമ്മുടെ ഈ ചക്കപ്പച്ച മൂവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ റോഷമായിട്ട് ഇപ്പം രണ്ടാമത്തെ പടം അന്ന് കണ്ട ഓഫീസർ ഓൺ ഡ്യൂട്ടിയാ. ഞാൻ അതും എന്റെ സിനിമയായിട്ട് അങ്ങനെ കൗണ്ട് ചെയ്തു. വിശാഖ ഷാഹി ഒക്കെ അതിലുണ്ടല്ലോ. ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കാണ് നമ്മൾ ഇന്റർവ്യൂ എടുത്തത് അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത ആ അതിലല്ല റോന്തിലാണുള്ളത്. ഞാൻ അതും കൂടെ കൂട്ടി 3ാമത്തെ സിനിമ അല്ലല്ല റോന്തിനാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തത്. അല്ലല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് നമ്മൾ ഇന്റർവ്യൂ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഷായിക്കന്റെ കൂടെ ആയിരുന്നില്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. എല്ലാം ഒരേ ആൾക്കാരുടെയൊക്കെ തന്നെ. ഏറ്റവും അവസാനം ഇന്റർവ്യൂ എടുത്ത നമ്മൾ പ്രോഗ്രാം എന്തൊക്കെ നമ്മളെങ്ങനെയാണ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് അല്ലേ? സാധാരണ ഒരു സിനിമ ആയതുകൊണ്ട് പിന്നീട് കാണുന്ന നമ്മളൊരു എന്താണ് പ്രൊമോഷനാണ്. ഇത് അങ്ങനെയല്ല. സിനിമ തൊട്ട് പ്രൊമോഷൻ തൊട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്രയല്ലേ? അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുള്ള ഈ സിനിമയുടെ ഒരു വിജയം തന്നെ. ഈ റോഷനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക പറഞ്ഞ റോഷൻ വേറെ ആളായി മാറിയെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ സിനിമയിൽ വന്നപ്പോൾ? റോഷനേണ് റോണ്ടിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത്രയും ലൈക്ക് ഫ്രണ്ട്ലി ആവോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നില്ല. കോമ്പറ്റീഷൻ സീൻസ് ആയാലും നമുക്ക് കുറച്ചുണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിലാണ് നമ്മളൊരു ഫാമിലി, ഒരു ബ്രദർഹുഡ്, ലൈക്ക് ഭയങ്കര കണക്ട് ആയത്. ഭയങ്കര രസമായിരുന്നു സെറ്റിലായാലും. പിന്നെ റോഷൻ ചേട്ടൻ ആസ് എ പെർഫോമർ കിട്ടിലനാണ്, അടിപൊളിയാണ്. പിന്നെ ആളുടെ പ്ലേസ് ആയാലും തിയേറ്റർ പെർഫോമൻസ് ആയാലും നമ്മൾ കാണുന്നതാണ്. ഞാനും തിയേറ്റർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളും കാണാനും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. ഇൻ പേഴ്സൺ ആയാലും നല്ലൊരു ക്യാരക്ടറാണ്. നല്ല ഇങ്ങനെ എടുത്തിരുത്തി ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര രസമുണ്ട്. ചേട്ടൻ അടിപൊളിയാണ്. ഉള്ളിൽ നിന്ന് പറയുന്നതാണ് ഏത് രീതിക്ക് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കാരണം റോഷന മമ്മൂക്ക അങ്ങനെ പറയുന്നതിന് ഉള്ളിൽ നിന്ന് പറഞ്ഞ മമ്മൂക്ക, അല്ലാതെ റോഷൻ നിർത്തി പറയുന്നതല്ല. നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്ന റോഷൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലിപ്പോഴും ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മെച്ചമായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മാറ്റവും ഇല്ല.
റോഷനൊരു വലിയ കലാകാരൻ തന്നെയാണ്. റോൾ മോഡലാണ് നമ്മളല്ലേ. അളിയൻ സത്യം പറഞ്ഞ അളിയാ സത്യം പറഞ്ഞ അളിയൻ ഒരു മാറ്റവും ഏറ്റവും ഇടയ്ക്ക് സത്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. കൃത്യമായിട്ട് പിടിച്ചവിടെ പിടുത്തമേറ്റു. ഇപ്പൊ എത്ര ഇപ്പൊ എങ്ങനെയാണ് യാത്ര സിനിമകളിൽ? ഞാനിപ്പോ ഒരു 6 years ആയി സിനിമയില്. ജൂനിയർ ആയിട്ട് തുടങ്ങിയതാണ്. 17 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കുറുപ്പിലായിരുന്നു. അങ്ങനെ ജൂനിയറായി തുടങ്ങിയ ഒരു 6 പടം ജൂനിയറായി ചെയ്തു. കുറുപ്പിലെ തന്നെ ചീഫായിരുന്നു പേരിലൂരിന്റെ ഡയറക്ടർ പ്രവീൺ ചേട്ടൻ. പ്രവീൺ ചേട്ടൻ എന്നെ അറിയായിരുന്നു. അപ്പൊ ഞാൻ പ്രവീൺ ചേട്ടന് ചുമ്മാ പ്രവീൺ ചേട്ടൻ ഈ പരിപാടി ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചുമ്മാ മെസ്സേജ് അപ്പൊ തന്നെ എന്നെ വിളിച്ച് ഓക്കെ എന്നെ ഒന്ന് ഓഡിഷനൊക്കെ ചെയ്ത് ഒരു ക്യാമ്പിലൊക്കെ ഇട്ട് നേരെ പേരിലൂര് എനിക്ക് തന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു. പിന്നെ സത്താവച്ചയിലെത്തി. ഇവര് സത്താവച്ചയും എന്നെ പേരിലൂര് കണ്ടിട്ട് തന്നെ എന്നെ വിളിച്ചു. സത്താവച്ചി ഇത്രയും ഇപ്പൊ ഒരു ഫാമിലിനെ തന്നെ പുതിയൊരു ഫാമിലി തന്നെ എനിക്ക് കിട്ടി. നാട്ടിൽ പൊതുവെ ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഈ സിനിമയുടെ പിന്നിലുള്ള ഒരു യാത്ര. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ആളുകൾ. പക്ഷെ കുറേ യാത്ര ചെയ്തപ്പോഴാണ് കഥാപാത്രം കിട്ടി തുടങ്ങി. ആ കിട്ടിയ കഥാപാത്രം പ്രേക്ഷകർ. പക്ഷെ നാട്ടിലെ ഒരു സപ്പോർട്ടിങ് എങ്ങനെയാണ്? നാട്ടിലെ കാര്യം കുഴപ്പമില്ല. തുടക്കത്തിലൊക്കെ കുറെയൊക്കെ ഇപ്പൊ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഇപ്പൊ ചിലരൊക്കെ ചെന്നിട്ട് ഇങ്ങനെ പറയും ഇവനൊക്കെ ഇങ്ങനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയൊക്കെ കുറെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും ഹാപ്പിയാണ്. അവിടെ എല്ലാവരും ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇപ്പം പൊളിയല്ലേ? ഇപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താങ്കളുടെ അനൗൺസ്മെന്റ് ആണ് മൈക്കിലൂടെ. അല്ല ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഭയങ്കര എളുപ്പമല്ലാത്തൊരു പണിയാണ് നമ്മളെല്ലാവരും ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണെന്ന് നമ്മൾ കരുതി പോന്നിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള. എനിക്ക് എസ്പെഷ്യലി ഞാൻ അങ്ങനൊരു എനർജി അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും എനിക്കുണ്ടായിരുന്നതല്ല. ഇപ്പം എൻ്റെ അല്ലാത്ത ലൈഫിലും കൂടെ ഈ എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള എനർജി ലെവൽസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഒന്നും ചോദിക്കാനല്ല എനിക്ക്. അതെന്താ ചോദിച്ചു പോയി. അതെന്താ? അപ്പൊ എന്നോട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിക്കും. എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ല. അതെന്താ? അതല്ല പ്രശ്നം. ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആളാരാ? ഇഷ്ടമുള്ള ചോദിക്കുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചേ. അതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞ നേരെ തിരിച്ചാ. അപ്പൊ ഇതെനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. എന്നെയാണോ മൊത്തം അറിയാരാന്ന് പക്ഷെ പറയണോ വേണ്ടെന്ന് നോക്കിയിട്ടില്ല. പറയാനുള്ള ബുദ്ധിമുട്ടാണോ? പറയാനുള്ള ബുദ്ധിമുട്ട് അല്ല. പിന്നെ എന്താ പറഞ്ഞു? ആരാന്നറിയില്ല. പറഞ്ഞോ? നോക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ല. പിന്നെന്താ? എനിക്കങ്ങനെ ആരും ഇഷ്ടമില്ലാത്തതില്ല. എല്ലാരും എല്ലാരും ഇഷ്ടമല്ലേ? എല്ലാരും ഇഷ്ടമാണോ? ഏത് വർക്കായില്ല? അങ്ങനെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആദ്യ ഷോ കാണുവാണല്ലോ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പം മോൾക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എല്ലാവരെയും ഒരുമിച്ച് കണ്ട ആ സിനിമ കണ്ട അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെ ഓർത്തെടുക്കാം? ഈ പ്രായത്തിൽ ചോദിക്കുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് ഒരു ഓർമ്മയുണ്ടല്ലോ വരുമ്പോൾ ഉണ്ടായ അനുഭവം. ഇറങ്ങി വരുമ്പോ ഞാൻ വിചാരിച്ചു ഈ സ്ക്രീനിൽ കണ്ടത് ഞാൻ തന്നെയാണോ? എനിക്ക് ഭയങ്കര സന്തോഷായി. അഭിനയിക്കുമ്പോ അങ്ങനെ തോന്നിയിരുന്നോ? അഭിനയിക്കുമ്പോ പറഞ്ഞാ എനിക്ക് അങ്ങനെ തോന്നില്ല. അഭിനയിച്ചു കഴിഞ്ഞു, ശരിയാകുമ്പോ ശരിയായി, ഓക്കെ സെറ്റ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. മമ്മൂക്ക എന്താണ് ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്? മമ്മൂക്ക ലൊക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോ നമുക്ക് ഫസ്റ്റ് നമ്മളെ പരിചയമില്ലല്ലോ, അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ചോക്ലേറ്റ്സും അതുപോലെ ഞാനും മമ്മൂക്ക് ഭയങ്കര കമ്പനി. നമ്മൾ ഒരു പരിചയമില്ല മമ്മൂക്ക ആദ്യം കണ്ടപ്പോ.
അതാ ഞാൻ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് നല്ല പരിചയമല്ലല്ലോ. മുന്നേ കാണുമ്പോഴല്ലേ ഒരു പരിചയം അമുക്കാനെ പരിചയം ഉണ്ടായിരുന്നോ? എന്താ അമുക്കാനെ പരിചയമില്ലായിരുന്നോ? അമുക്കാനെ പരിചയമില്ലായിരുന്നു. ഇവരാരും എനിക്ക് പരിചയമില്ല. ആരെ പരിചയമില്ലായിരുന്നു. പക്ഷെ മമ്മൂക്ക ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് തന്ന് പിന്നെ നിങ്ങൾ സീറ്റിംഗ് ആയി അല്ലേ? മമ്മൂക്ക പറഞ്ഞു തന്ന ഏറ്റവും നല്ല കാര്യം ഏതായിരുന്നു നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയത്? നമുക്ക് ഒരുപാട് ഉണ്ടാവും. കാരണം നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ സംസാരിക്കണം. ഞാനെന്നാ അഭിനയം സൂപ്പർ ആയിരുന്നു. ഇവിടെ പറഞ്ഞു തന്നല്ലേ? വേറെന്തോ പറഞ്ഞത്. എന്തായാലും അഭിനയം സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ പറയാം. വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പടം കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാരെല്ലാവരും ഉറപ്പായിട്ട് അന്വേഷിക്കുന്ന ഒരാളാണ് വേദി. ആദ്യ സിനിമയായിരുന്നു? അല്ല, മൂന്നാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ ഏതാ? ആദ്യത്തെ മാരിവില്യൻ കൂട്ടൻ. അതുകൊണ്ട് ഇനിയിപ്പം ഇറങ്ങാൻ പോകുന്ന സിനിമയില്ലേ? ഇനി ഇറങ്ങാൻ പോകുന്ന ഏതാണ്? ഇനി ഇറങ്ങാൻ പോകുന്നത് കാട്ടാളൻ, ഹാഫ്, പിന്നെ പള്ളിച്ചട്ടമ്പി, പിന്നെ കോസ്മിക് സൺസ്. ആദ്യം ശ്യാം ചേട്ടനായിരുന്നു ഞാനാ ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല നോക്ക്. അതിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത ഫസ്റ്റ് വേറെ ക്യാരക്ടർ ചത്താപ്പച്ചയിൽ വരെ ഒരു സീനിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചു നിന്നിട്ടുണ്ട്. പിടിച്ചല്ല, ചിരിച്ചിട്ടുണ്ട്. അപ്പം കുറെ സിനിമയായി. ഈ അഭിനയിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ അമ്മയൊക്കെ എന്താ പറയുന്നത്? ഒരു സീൻ കഴിയുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? അമ്മ പറയും, അല്ലെങ്കിൽ ശരിയാക്കാനുണ്ടെങ്കിൽ അത് ശരിയാക്കണം, അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ശരിയാണെങ്കിൽ ഇത് നന്നായി ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ അടുത്ത സീൻ ചെയ്യാം. ചത്താപ്പച്ചയിൽ ഏറ്റവും അഭിനയിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? സിനിമ കാണുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കും. പഞ്ചസാരയല്ല, സോറി, മറ്റേ 3 പേരുടെ മടി കയറി ഇങ്ങനെ തല്ലണൊരു സീൻ. അത് എനിക്ക് അവര് തല്ലണം, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പഞ്ചസാര സീനിൽ കൊറേ കയ്യടി കിട്ടിയ പരിപാടി. പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ കയ്യടി കിട്ടുന്നു. പക്ഷെ അത് നമുക്കിപ്പൊ എനിക്ക് ആരും വീണ്ടും ചിരി വന്നു കേട്ടോ. എനിക്കറിയായിരുന്നു. ആ ഡയലോഗ് ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് ഓക്കെയാണ് മോളെ. ഇനി ഒത്തിരി സിനിമകൾ, നല്ല നല്ല സിനിമയുടെ ഭാഗമാണ്. പള്ളിച്ചട്ടമ്മയൊക്കെ വരാനിരിക്കുമല്ലേ, കാട്ടാളം വരാനിരിക്കുമല്ലേ. കാട്ടാളിലൊക്കെ ഗംഭീര സീനല്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊക്കെ സിനിമ ഇറങ്ങിയിട്ട് ചോദിക്കുന്നില്ല. എന്റെ അമ്മ ഈ ചേട്ടനൊക്കെ വേറെ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? റോഷൻ ചേട്ടനെ നേരെ കണ്ടിട്ടില്ല, സിനിമകൾ കണ്ടിട്ടുണ്ട്. നേരെ കണ്ടിട്ടില്ല. ഈ സിനിമയിൽ വന്നപ്പോഴാണ്. സിനിമകൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു നമുക്ക് കുട്ടികളെ വെച്ച് സിനിമ ഇപ്പം മോളെ വെച്ച് മോളിലെ ഒരേ സീനുകൾ തിയേറ്ററിൽ കയ്യെടുപ്പോൾ നമ്മൾ പഞ്ചസാര ടീമും ഓരോ കയ്യടി കിട്ടുന്നത്, അതോടെ നമുക്ക് ഫീലും ചെയ്യുന്നത്. റോഷനായിട്ടുള്ള ഒരു സീനുകളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒന്ന്, നമുക്കും കുട്ടികളുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് ഈറാണ് ചെയ്യുന്നുണ്ട്. റോഷൻ എങ്ങനെയായിരുന്നു ആ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ? എനിക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ആ കഥ കേട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലേത് പരിപാടിയാണെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വെട്രിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് ഫൈറ്റുകൾ കുറച്ച് കുറവാണല്ലോ എന്നുള്ളത്. കാരണം നമ്മൾ സിനിമയുടെ ഒരു പകുതിയിലല്ലേ ഉള്ളൂ. ആദ്യത്തെ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് പരിപാടിയിലൊന്നും ഈ ക്യാരക്ടറില്ല. പിന്നെ രണ്ടാമതൊന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഒരു ഭയങ്കര രസമുള്ള ഒരു ഇമോഷണൽ ത്രെഡ് പറഞ്ഞു വന്നത്. നമ്മൾ സാധാരണ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്തൊരു ആംഗിളാണ്. എന്നാൽ എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ. പറഞ്ഞ പോലെ ഒരു പേരൻറ്ഹുഡ് പരിപാടി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായ, അല്ലെങ്കിൽ മക്കളെന്നുള്ള സ്ഥാനത്തൊക്കെ എല്ലാവരും നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു സാധനമായിട്ട് തോന്നി. അത് അദ്വൈത് ഭയങ്കര ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. ഈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ട്രാക്ക് ശരിക്കും. റോസ, സാബിയോ, വെട്രി, ഈ 3 പേരും തമ്മിൽ സംഭവിക്കുന്ന ഡ്രാമ എനിക്ക് തോന്നുന്നു അദ്വൈത് ഭയങ്കര രസമായിട്ട് വേദികനെ ഡയറക്റ്റ് ചെയ്തു. വേദിക ഭയങ്കര രസമായിട്ട് ഡയറക്ഷൻ എടുക്കുന്ന ആക്ടറാണ്. ഈവൻ ഡബിൽ പോലും നമുക്ക് ഷൂട്ടിൽ ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് ആക്ച്വലി സീൻസ് ഔട്ട് വന്നത്, ഡബും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം. അതൊക്കെ മറ്റേ സീസൺഡ് ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കി മോസ്റ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഇതിനി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ. പക്ഷേ മോസ്റ്റ്ലി നമ്മള് പൈലറ്റ് മാച്ച് ചെയ്യാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡബിൽ ഒരു സാധനം ബെറ്റർ ആക്കുക എന്നുള്ളത്. പക്ഷെ ഇതിൽ വേദികയും പിന്നെ നമ്മുടെ ചെറുപ്പം അഭിനയിച്ച പിള്ളേര് അവന്മാരെല്ലാരും ഒർഹാനും ഇവരൊക്കെ ഡബിൽ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര റെയർ ടാലന്റ് തന്നെയാണ് അത്. ഒന്നാമത് ഇപ്പം മറ്റേ സിംഗ് സൗണ്ടും പരിപാടികളായിട്ട് അധികം ആൾക്കാർക്ക് ഡബിൽ വലിയ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. ഉള്ളവരുടെ തന്നെ എക്സ്പീരിയൻസ് വിട്ടുപോയി. ഇവർ ഭയങ്കര പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുവാണ്, ആർട്ടിസ്റ്റായിട്ട്. പിന്നെ സെറ്റിൽ ഇവരെല്ലാവരും ഉള്ളപ്പോഴത്തേക്കിനും ഒരു എനർജിയും ഉണ്ട്. എവറിബഡി ഈസ് കോൺസ്റ്റന്റ്ലി ഓൺ ദർ ടൂസ്. ഇവർക്ക് ഉറക്കം വരില്ല. എത്ര നൈറ്റ് ഷൂട്ട് ചെയ്താലും വെളുപ്പിന് 3:30 ഒരു എനർജി കുറവില്ല, ഒന്നുമില്ല. ക്ലിപ്പെന്ന് പറഞ്ഞാൽ ഓഫാവും ചിലപ്പോൾ. പിന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 100 അല്ലേ 0 ഭയങ്കര രസമാണ്. റോഷന്റെ എക്സ്പീരിയൻസ് ഇവരൊക്കെ കാണുന്ന ഇപ്പോഴൊക്കെ ആയിരിക്കും. നേരത്തെ പരിചയമുള്ളവർ ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു അഭിനയം കണ്ടുകഴിയുമ്പോൾ റോഷൻ എന്നൊരു കലാകാരന് ഒരു നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൊണ്ടും നിൽക്കുന്നതാണ്. ഇവരൊക്കെ ഒരു അഭിനയം കണ്ടപ്പോൾ റോഷന് സ്വയം തോന്നില്ല ഇവരുടെ ഒരു അഭിനയം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഭയങ്കര സ്പോണ്ടേനിയസാ ഇവരെല്ലാവരും. എനിക്കെപ്പോഴും ഭയങ്കര കൊതി തോന്നുന്ന ഒരു ഫാക്ടർ. എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പേ ഈ സാധനം ഭയങ്കര സീരിയസ് ആണ്. നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നത് എവിടെയോ മനസ്സിൽ രജിസ്റ്റർ ആയി പോയതുകൊണ്ട് ശരിക്കും സ്പോണ്ടേനിയസ് ആവാനാണ് പാട്. അതായത് ലൈക്ക് എന്നെക്കാട്ടിലും അർജുനെക്കാട്ടിലും ഒക്കെ ഇവർക്ക് ഈ പടം ശരിക്കും ചത്താപ്പച്ച മെറ്റീരിയലാണല്ലോ. ഡു ഓർ ഡൈ. ഈ ഒരു പരിപാടിയിൽ ചെയ്ത് ഇത് അടിച്ചേ പറ്റൂ. ആ സിറ്റുവേഷനിലാണ് ഇവന്മാരെല്ലാവരും പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാനായാലും അർജുനായാലും വിശാഖായാലും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾക്ക് ഒരു പരിധിവരെ ഒരു മറ്റേ ആക്ടറിന് അവൈലബിൾ ആയിട്ടുള്ള ലക്ഷറീസും പരിപാടിയിലും അങ്ങനെ ഭയങ്കര കംഫർട്ട് തേടാതെ ആക്ച്വലി ഒരു സീനിന് വേണ്ട എല്ലാ സാധനവും 100% കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യുന്ന ആൾക്കാരെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വന്നതെന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നിപ്പോവും അത് ഇവർ പിടിക്കുന്ന ലെവലിൽ നമുക്ക് അങ്ങോട്ട്. ഇത് ഫസ്റ്റ് ഡാറ്റുവിൻ്റെയും കാർമൻ്റെയും ഫൈറ്റാണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഭീകരമാണ്. പക്ഷെ ദേ ജസ്റ്റ് കെപ്റ്റ് ഗോയിങ്. ഒരൊറ്റ മിനിറ്റ് പോലും ഇവർക്ക് വേണ്ടി ഷൂട്ട് സ്റ്റോൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇഞ്ചുറി, വേദന, കാലിൽ നീര്, ആശുപത്രി പോക്കും ഒരു പ്രശ്നമല്ല. നമ്മൾ പരിപാടി ഷൂട്ട് ചെയ്ത് തീർക്കും. അത് പറ്റുന്നതിൻ്റെ ബെസ്റ്റേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഈ ആറ്റിറ്റ്യൂഡിൽ ഇവർ ചെയ്ത് വെച്ചിരിക്കുക ഫസ്റ്റ് ഫൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അതിൽ പിടിച്ചേ പറ്റും. നമ്മൾ ഇൻസ്പയർ ചെയ്യും ഇവര്. ലൈക്ക് നമുക്ക് പല രീതിയിൽ അത് ഞാൻ പറഞ്ഞു നമുക്കൊരു തിരിച്ചുപോക്ക് പോലെ. നമ്മൾ ആദ്യത്തെ പടം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫയർ ഉണ്ടല്ലോ, അതായത് ഇതിനപ്പുറത്തേക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് ഉറപ്പാക്കണം ഇതിനപ്പുറത്തോട്ടൊരു വഴിയുണ്ട് എന്നുള്ളത്. ആ ഫയർ ഇവരെല്ലാവരിലും ഉണ്ട്. അതിന്റെ കൂടെ നിൽക്കാൻ ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ ആദ്യ ഫൈറ്റ് ഇവരാണല്ലോ. ആ തിയേറ്ററിൽ നമുക്കറിയാം കൈയ്യടി കിട്ടുന്നു. ആദ്യ ഫൈറ്റ് നിങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചപ്പോൾ ഒരു വലിയ ഭാരമായിരുന്നു. ഭാരമായെന്ന് വെച്ചാൽ ഭാരമല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെ WWE ചെയ്തിട്ടില്ല, ഫൈറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 2 or 3 days നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് ഇത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത് തീർക്കണം ആ ദിവസത്തിനുള്ളിൽ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ട്രെയിനിങ് തന്നതിലും കുറേ അധികം മൂവ്സാണ് റിങ്ങി കയറിയപ്പോൾ തന്നെ. അപ്പോൾ നമ്മളുടെ കിളികൾ ശരിക്കും പറന്നു. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾക്ക് ട്രെയിനിങ് തന്നത് വേറെ രീതിയിലാണ്. പക്ഷെ ഡേവിസ് ചേട്ടനും ശ്രാവൺ ചേട്ടനും നമ്മളെ ഈ ഒരു 2 മാസം 1 മാസത്തോളം ട്രെയിനിങ് തന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ സ്റ്റാമിന കൂട്ടാനും. കാരണം രാവിലെ 6:30 അല്ലെങ്കിൽ 7 ആകുമ്പോൾ നമ്മൾ അവിടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ 9:30 വരെ ഉണ്ട് ഷോട്ട്. അതും ഫുൾ ഡേ ഫൈറ്റ്. അപ്പോൾ നമുക്ക് ആ സ്റ്റാമിന കീപ്പ് ചെയ്യാനും ആ എനർജി ട്രെയിൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ട്രെയിനിങ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രെയിനിങ് സെഷനിൽ തന്നെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ആവുമെന്ന്. പക്ഷെ റിങ്ങി കയറി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു ഡാറ്റു ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ഡാറ്റുവിൻ്റെ ഡാറ്റു പറയും അടിച്ചോ ഞാൻ കൊണ്ടോണ്ട്. കാരണം ചില മൂവ്സൊക്കെ ടച്ച് വന്നാലേ അത് കാർമലും എന്നോട് പറഞ്ഞതാണ് ഒരു പ്രശ്നം ഒന്നും നോക്കണ്ട. ലൈക്ക് നമ്മൾ രണ്ടുപേരും ലൈക്ക് ഇത് ഫേക്കിംഗ് ആണെങ്കിലും നമുക്ക് ഈ റിങ്ങിലേക്ക് എടുത്ത് പൊക്കിയിട്ട് വീണത്, ഇടിക്കുന്നത്, ചവിട്ടുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളാണ്. ലൈക്ക് നമ്മുടെ കൈയും ഫുള്ളും ഈ ഹാർനസ് ഒക്കെ ഇട്ടിട്ട് ഫുള്ള് ഈ പച്ച പർപ്പിൾ കളറിലാണ് നീരൊക്കെ വന്ന് കിടന്നിരുന്നത്. പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡാറ്റ് തന്നിരുന്നത്. ലൈക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് നമ്മളിത് കയറുന്നതിന് മുമ്പ്
ഡാറ്റ് മാത്രമല്ല നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ, കലൈ മാസ്റ്റർ, അവരുടെ കൂടെ വർക്ക് ചെയ്ത നമ്മളെ കൊറിയോ ചെയ്യിപ്പിച്ച് ടീം നമ്മൾ ഫൈറ്റ്, നമുക്ക് എനർജി ലൂസ് ആവുന്ന സമയത്ത് ഇവർ വരും, കുരുവിക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്ക് തരട്ടുമാ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവര് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അത് ചെയ്യും, മൂവ് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കിഡിലനായിരിക്കും, നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും ഔട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് ചില ഷോട്ടൊക്കെ കുറേ ടേക്സ് പോയിട്ടുണ്ട്. ഈ ഡാറ്റുവിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന സംഭവം തന്നെ കുറേ അധികം പോയിട്ടുണ്ട്. ഈ കറങ്ങി ഫുള്ള് കാല് പോയി ഡാറ്റുവിൻ്റെ ഫുള്ള് നമുക്ക് ഭയങ്കരമായിട്ടേ ഫുൾ കുറേ കറങ്ങി ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ ഈ ടീമിൻ്റെ, ഈ മാസ്റ്ററിൻ്റെ ടീമിൻ്റെ ഒരു സപ്പോർട്ടും ഡാറ്റുവിൻ്റെ സപ്പോർട്ടും അദ്വൈതേട്ടൻ പറയും, കാരണം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. അവർ പ്രഷറൈസ് ചെയ്തില്ല, അവർ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലൈക്ക് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രഷർ തോന്നിയിരുന്നില്ല. ചില മൂമെൻറ്റ്സിലൊക്കെ നമുക്ക് ചില ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും, പക്ഷെ ചിരിച്ചോണ്ടിരിക്കണം നമ്മൾ, ചെയ്യണമല്ലോ. നൈട്രോ കിളിയാണ് ഞാനവിടെ കടൽക്കൊമ്പനായാലേ കാര്യമുള്ളൂ. ഞാൻ മറ്റേ ബ്രേക്ക് ഉണ്ട് കാരണം എന്താ ഇങ്ങനെ നോട്ടോ ഓ കിളി ഭയങ്കര രസം ഇവര് ചെയ്തോണ്ടിരിക്കുന്നതാണ്. അല്ല ഇവിടെ ഒരു ഇടി പോലും കിട്ടാതെ സേഫ് ആയിട്ട് ബോട്ടിന്റെ അനൗൺസ്മെന്റ് നേരെ റിങ്ങിലേക്ക് പക്ഷേ ഇവൻ നന്നായി കഷ്ടപ്പെട്ടു. പനിയൊക്കെ പിടിച്ചിട്ടേ ടെമ്പറേച്ചർ അല്ല ഇടയ്ക്കൊന്നും എടുത്തിട്ട് അറിയായിരുന്നു അല്ല അത്രേ ഉള്ളൂ, വലുതായിട്ടില്ലായിരുന്നു. ഇവന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ ഇവന് പനി പിടിച്ചു, ഒരു 102 ടെമ്പറേച്ചർ ആയിരുന്നു, പൊള്ളായിരുന്നു ഇവനെ തൊടുമ്പോ. ആ പനി വെച്ചിട്ടാണ് ഇവൻ അതിലത്തെ കുഞ്ഞപ്പന്റെ ക്യാരക്ടർ ചെയ്യാൻ എളുപ്പം. ആ എനർജി എന്ന് പറയുന്നത് ഭയങ്കര എനർജി അല്ലേ എന്റെ അമ്മ. അത് ഈ പനി പിടിച്ച് അവൻ ഷോട്ട് കഴിയുന്നു, ഒരു മൂടി കിടക്കുന്നു, വരുന്നു, ഷോട്ട് അടിക്കും. ഇത് ചിലപ്പോ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യണ ബെഡിന്റെ അവിടെ എങ്ങാനും പൊതച്ച് മൂടി ഒരു സൈഡിൽ കിടക്കും. ഷോട്ട് റെഡി എന്ന് പറയുമ്പോ വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഏതോ ഒരു ഷോട്ടില് അത് പടത്തിലുണ്ടെന്ന് ഇവൻ ചപ്പിലിട്ടാ കയറുന്നത്. അപ്പൊ നമുക്ക് ഷൂസ് ഒന്നും ഇല്ല. ഈ ടേക്ക് അപ്പൊ അദ്ദേഹം വിളിക്കും, ആ ടേക്ക് അടി. ഇവ ഓടി കയറുന്ന ചപ്പലിട്ടോണ്ടാ, ഈ ഓടി കയറുന്ന ഇടയിൽ ചപ്പല കൂരി കളഞ്ഞ് അവൻ പറഞ്ഞ് വീഴും. അങ്ങനെ റിങ്ങിന്റെ അരി കൂടെ മറിഞ്ഞ് വീണിട്ടുണ്ട് നമ്മുടെ ഞങ്ങളുടെ ഫൈറ്റില്. റോപ്പിന്റെ മുകളിൽ കൂടെ ചാടി അകത്തേക്ക് കയറുന്ന ഒരു സാധനം. അപ്പൊ ഞാൻ ചാട്ടത്തിന്റെ പകുതിയിൽ വെച്ചാണ് നോട്ടീസ് ചെയ്യുന്നത് എന്റെ കാലിലുള്ള ചെരുപ്പ് വേറെ. അപ്പൊ ഞാൻ ഈ മുകളിലത്തെ റോപ്പിൽ പിടിച്ച് വലിച്ചിട്ട് റോപ്പിന്റെ മുകളിൽ കൂടെ ചാടാനാണ് ട്രൈ ചെയ്തേക്കുന്നത്. അപ്പൊ കുരുവി ജയിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ഇതിനകത്ത് അകത്ത് കയറിയിട്ട് ഇത് കത്തിക്കണ പോലത്തെ പരിപാടിയാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഭയങ്കര ആരവാണ് അവിടെ, വേറെ എനർജിയാണ് ശരിക്കും. ഈ ആൾക്കാർ ജൂനിയേഴ്സ്, ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് വെച്ചാൽ ജൂനിയേഴ്സ് ഇത്രയും എഫേർട്ട് നമ്മുടെ പടത്തിലിട്ടുണ്ടെന്നുള്ളത് അത് ഭീകരമാണ്. കാരണം അവര് തന്നിട്ടുള്ള ഒരു എനർജി അതിഭീകരമാണ്. കാരണം നമ്മൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയി പോകുമല്ലോ, നമുക്ക് ഈ ഒരു സാധനം എനർജി സാധനമൊക്കെ കിട്ടുമോ എന്നുള്ളൊരു പരിപാടി. പക്ഷെ നമ്മൾ റോള് പറയുമ്പോൾ മുതൽ ഇവരൊരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യും, ഒരു സാധനം. അതിനകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് ഈ സാധനം ഓട്ടോമാറ്റിക്കലി എത്തി. അപ്പോൾ ഈ എനർജിയിൽ ഞാൻ ഈ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പ് കയറിയാണ്. അപ്പോൾ ചാട്ടത്തിന് നടുക്ക് വെച്ചിട്ട് ഞാൻ ഈ ചെരുപ്പ് കളയാൻ നോക്കി, റോപ്പിൽ ഉടക്കി നേരെ റിങ്ങിന് നടുക്കോട്ട് വന്നിട്ട് ഒറ്റ വീഴ്ച. ബസ് മാസ്റ്ററും വന്ന് വീഴില്ലേ, ആ ഒരു വീഴ്ചയായിരുന്നു. നല്ല പനി. എന്റെ ശബ്ദം പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക്, പകുതി ഡയലോഗുകളും ചെയ്യുന്ന സമയത്ത് തന്നെ പനി ഉറപ്പാണ്. ആ സമയത്തൊക്കെ ഇവൻ പറഞ്ഞ പോലെ ജൂനിയേഴ്സിന്റെ ഒരു പരിപാടി നമ്മൾ ശരിക്കും ഒരു മാച്ച് കണ്ട് ചെയ്യുന്ന പോലെ അവർ ഓരോ ടേക്കിനും നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് തന്നെ തോന്നുന്ന സമയത്ത് ചില ടേക്കുകൾ നമ്മളിങ്ങനെ നിൽക്കുമല്ലോ, ഇതെന്തായാലും പാളും, അടുത്തതിൽ പിടിക്കാം. പക്ഷെ ആ ടേക്കിൽ ഇവര് ഷെയർ ചെയ്യുന്നത് കേട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു എനർജി വരും. അതും ഇവര് ഫുൾ എനർജിയിലാണ്. രാവിലെ ഫസ്റ്റ് ഷോട്ട് തൊട്ട് രാത്രി വരെയും ഈ ബഹളമാണ്. അവരുടെ ശബ്ദം ഇല്ല. ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ശബ്ദം പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റിലേക്ക് വരിക. എനിക്ക് അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ജൂനിയേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ശബ്ദം ഒരുപോലെ ഈ മമ്മൂക്ക ഒന്ന് ആദ്യ സെറ്റിൽ വരുവാണല്ലോ, എന്തായിരുന്നു അവസ്ഥ തോന്നി? അയ്യോ മൊത്തത്തില് മാറി. ഞങ്ങളൊരു എല്ലാവർക്കും മറ്റൊരു ഫോഴ്സ് വന്നിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് അവിടെ. മമ്മൂക്കയാണ് വന്നത്. ഞാനും വൈഷ്ണവൊക്കെ ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിച്ചിട്ട് ഞങ്ങള് പൈപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഞങ്ങള്.
അത് പറഞ്ഞ വെറുതെ ഇങ്ങനെ പൈപ്പ് ചോട്ടിലിരിക്കുന്ന ആ പരിപാടി എല്ലാരും പറ്റി ഞാനും വൈഷ്ണവ കൂടി പറഞ്ഞ് ചിരിച്ചൊക്കെ കളിച്ചൊക്കെ ഇരിക്കുകയാണ് സൈലന്റ് എല്ലാവരും എന്തോ നടന്നല്ലോ റാഫി സാറും ഉണ്ടായിരുന്നു കൂടെ. റാഫി സാർ എന്തോ സാധനം അടിച്ചിട്ട് തുടങ്ങി വെച്ചത് അത് പോയി പുള്ളി മാറി ഞങ്ങൾ മാത്രമേ സംസാരിക്കണ പെട്ടെന്ന് സൈലന്റ് എല്ലാവരും ഇതിനൊക്കെ മമ്മൂക്കിക്കണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് മമ്മൂക്കിനെ കാണുന്നത്. അയ്യോ ഞങ്ങൾ മാത്രം സംസാരമുള്ള. പിന്നെ അതിനുശേഷം മമ്മൂക്ക് എപ്പോ എന്റെ കാലൊടിഞ്ഞിട്ടിരിക്കായിരുന്നു. ഞാനിപ്പോ മറ്റേ ഇതൊക്കെ കെട്ടിട്ട് ചുറ്റിട്ടൊക്കെ അപ്പൊ ഷോട്ടിന് മാത്രം നിൽക്കുള്ളായിരുന്നു. നമുക്ക് ഒരു വേഗം ഞാൻ എണീറ്റ് അല്ല നമ്മുടെ മൊത്തത്തില് നമ്മുടെ സെറ്റിലെ എനർജിയെ മാറി. അപ്പോ വേറെ സെറ്റായി മാറി. മനസ്സിലാവും മമ്മൂക്ക വന്നിട്ട് മനസ്സിലാവും സെറ്റിലുണ്ടെങ്കിൽ മമ്മൂക്കയാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാവും. അയ്യോ മമ്മൂക്ക ആദ്യ സീൻ എടുക്കുന്നത് ഹോസ്പിറ്റൽ സീനായിരുന്നു അല്ലേ? ഹോസ്പിറ്റൽ സീനിൽ എടുക്കുന്നത്. ഞാൻ അന്ന് ഷൂട്ടിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ ആദ്യ അന്നാണ് മമ്മൂക്കാക്ക് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഞാനവിടെ ഉണ്ട്. ഞാൻ ഇരിക്കുമ്പോഴേ കാരവൻ സംസാരിച്ച് പോകുമ്പോൾ ഹോസ്പിറ്റൽ സീനാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഉണ്ട് ആ സീനിലുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് മമ്മൂക്ക എത്തുന്നു നിങ്ങൾ അല്ലേ? പക്ഷെ ഞങ്ങൾക്കൊരു എൻട്രി ഫീൽ ചെയ്തത് നമുക്ക് റിങ്ങിൽ വന്നപ്പോഴാണ്. അത് വേറെ സാധനമല്ല കിട്ടുന്നത്. കാരണം അത് നമുക്ക് റെഡിയായി കാരവൻസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും അതിന്റെ ജോഗ്രഫിയും വെച്ച് നമുക്ക് ആ പടത്തിൽ നടന്നു വരുന്ന ഷോട്ടിലാണ് ആദ്യം ആ സെറ്റിലേക്ക് എത്തുന്നത്. ആ ഷോട്ടൊക്കെ സെറ്റ് ചെയ്ത് ആ വരവിലാണ് വരുന്നത്. നമ്മളെല്ലാവരും കാണുന്നതും അങ്ങനെയാണ്. അതും ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പൈപ്പിൻ ചോട്ടിലിരുന്ന് പരദോഷമൊക്കെ പറഞ്ഞ് തീരുമ്പോ തുടങ്ങിയത് എന്നെ പറ്റിട്ടൊക്കെ പടം റിലീസായി കഴിഞ്ഞിട്ടാണ് എന്നെ ഇവരുടെ ഗ്രൂപ്പിൽ ചേർത്തില്ല. അത് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ ഇവര് മറ്റേ ഞാനും ഒറിജിനൽ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞങ്ങള് റിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ഞാൻ നിൽക്കുന്ന എന്റെ കാലിന്റെ വിടവിൽ കൂടെ അപ്പുറത്തിരിക്കുന്നവന്മാര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ പരദോഷം പറഞ്ഞില്ല നമുക്ക് നേരെ നിൽക്കുന്നവരുടെ അപ്പൊ അർജുൻ നിൽക്കുന്നുണ്ട്. അർജുന്റെ കാലിന്റെ അവിടുന്ന് രണ്ടുപേരുടെ റിയാക്ഷൻ കാണാം. ഇവിടെ നോക്കുമ്പോ ബാക്കിൽ ഉമ്മാര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ഉറങ്ങാതിരിക്കുന്നത്. ഇപ്പോഴാണ് ചേർത്തല്ല പണം. ഇപ്പോഴാണ് ചേർത്ത്. ഇപ്പൊ അധികം നാളില്ലല്ലോ അധികം പറയാനില്ലല്ലോ. റോഷന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്റെ സാധനം ഉണ്ടല്ലോ ഇഫ് യു കാൻ ഫൈറ്റ് ദെൻ ജോയിൻ. അല്ല എന്തായാലും ഒത്തിരി പരദോഷം പറഞ്ഞു. മെയിൻ സൂപ്പർ സ്റ്റാർ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഞങ്ങളുടെ സ്ട്രെങ്ത് ആയത് ശ്യാം ചേട്ടൻ. ഈ പറയുന്നവൻ ഇപ്പൊ ഇങ്ങോട്ട് ഇന്റർവ്യൂ വരുന്നതിന് പറഞ്ഞോളൂ. അവൻ പറഞ്ഞത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്തായിരുന്നു വെളുപ്പിന് 4:30 കിടന്നപ്പോ എന്തോ ഞങ്ങൾ നിർത്തിയിട്ടില്ല ഇപ്പോഴും. സിനിമയെ കുറിച്ചാ പറഞ്ഞ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു തിരുത്താൻ നോക്കി ഞാൻ പൊട്ടറായി. ഞങ്ങളുടെ തലപ്പലെത്തിയിട്ടില്ല. ദുബായിലാണല്ലോ. പറയാൻ തുടങ്ങിയപ്പോൾ നിർത്തുന്നില്ലല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും രസകരമായ ഒരു ലൊക്കേഷൻ. ഇങ്ങനെ ഇടിപ്പടമാണെങ്കിലും ലൊക്കേഷൻ രസമായിരുന്നു അല്ലേ? മമ്മൂക്ക വന്ന് പരദൂഷണത്തിന്റെ ഒസ്താക്കന്മാർ ഇവിടെ ഞങ്ങളുടെ ഒബ്സർവേഷൻസ് ആണ്. അങ്ങനെയാടാ തുടങ്ങുന്നത്. അതേതാ ഇങ്ങനെ ആകുന്നത്. എന്തായാലും റോഷനെ മാറ്റി നിർത്തി നിങ്ങൾ ഗ്രൂപ്പിൽ ഇപ്പോഴെങ്കിലും അല്ല വിശാഖേട്ടൻ ഇപ്പോഴാണ് അദ്വൈത് നേരത്തെ ഉണ്ടായിരുന്നു. ഇല്ല അദ്വൈതേട്ടൻ എന്തെല്ലാം ചോദിക്കണ്ടായിരുന്നു. നിങ്ങളുടെ പൈപ്പ് എന്താ പരിപാടി? ഞാനില്ലല്ലോ. പക്ഷെ ഇത് അർജുൻ എനിക്ക് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അർജുൻ ആ കഴിവുണ്ട്. പെട്ടെന്ന് തന്നെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കും. എനിക്ക് കുറെ സമയം എടുക്കും പുതിയ ആൾക്കാര്. അപ്പൊ അതൊക്കെ ആർമ ഇപ്പൊ പറഞ്ഞില്ല റോന്തില് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ലത്. കാണുന്ന സീൻ തന്നെ ഞാൻ ബോധം കിട്ടും. അത് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഓണാവുള്ളൂ. അപ്പോഴത്തേക്ക് പക്ഷെ അർജുൻ എനിക്കൊന്ന് ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഭയങ്കര രസമായിട്ട് എല്ലാവരുമായിട്ട് ഇക്വേഷൻ ക്രാക്ക് ചെയ്യും. അപ്പൊ അർജുൻ വെച്ച് തന്നെ ഇവര് പൈപ്പ് അർജുൻ അങ്ങോട്ട് പോയിക്കോളൂ. അവരടുത്തേക്ക് പോകുന്ന ഒരാളാണ് അർജുൻ. അങ്ങനെയാണ് ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അർജുൻ ചേട്ടൻ്റെ അടുത്താ. അപ്പൊ തന്നെ അർജുൻ ചേട്ടൻ തിരിച്ച്
ഇവിടെ ഒന്നും റോസമ്മയ്ക്ക് സ്ഥാനം ഇല്ലായിരുന്നല്ലോ. ഒരു മറ്റേ സൂപ്പർ സ്റ്റാർ ഒന്ന് വളർന്ന് വലുതാവട്ടെ. വേറെ ടൈപ്പ് സൂപ്പർ സ്റ്റാർ. ഞങ്ങളൊക്കെ ബാക്കിലുള്ള ആൾക്കാർ. ശ്യാമേട്ടനാണ് കമലഹാസൻ. എടാ ഇതൊക്കെ എന്താവെന്ന് അറിയോ? ലൈഫിലെ കമലഹാസൻ തലയാ. എന്തൊക്കെ കഴിവുകളാന്നറിയോ ശ്യാമേട്ടൻ? കവിത കേട്ടല്ലോ അല്ലേ? കൂടെ കൊണ്ടുവന്നു. ഇതൊക്കെ കൊറേ കേട്ടതായി. എന്തായാലും സിനിമ സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സിനിമ തിയേറ്ററിൽ ഇന്നൊന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ. ദിവസങ്ങൾ എല്ലാരും എടുത്തോണ്ട് പോയി. നല്ല കാര്യമല്ലേ റോസമ്മ? റോസമ്മ വേറെ ടിക്കറ്റ് ഇല്ല, കിട്ടാനില്ല. എല്ലാരും ടിക്കറ്റ് എടുത്ത് തിയേറ്റർ ഫുള്ളാണ്. തിയേറ്റർ ഫുള്ളാണ്. ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് മമ്മൂക്കായി വന്ന് ലാലേട്ടന് ആദ്യം ടിക്കറ്റ് ബുക്കിങ് എല്ലാം കൊണ്ടും ഭയങ്കര വൈബായിരുന്നു സിനിമ. ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മൾ. അല്ലേ? ഇനിയിപ്പോ എങ്ങനെയാ അടുത്ത യാത്ര? പക്ഷെ ഈ ഒരു മൂവി കിട്ടിയത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെന്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഇന്റർവ്യൂ ഒക്കെ കൂടുന്നതൊക്കെ തന്നെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെന്റ്സ് ആണ്. ഞാനത് ചെറിയ എടുത്ത നിലവില്. ബാക്കി നമുക്ക് വീട്ടുകാരെന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ ഹാപ്പി അല്ലേ? അവരെല്ലാരും അവര് എൻ്റെ കൂടെ സ്വപ്നം കാണുന്ന ആൾക്കാർ. അവർക്ക് ഇത് ഇങ്ങനെ ഒരു ഫിലിമിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. അത് സന്തോഷം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്ര അടിപൊളി തന്നെ. വീട്ടുകാർ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ട് പകുതി കടിച്ചില്ലായിരുന്നു അവര്. പിന്നെ പതുക്കെ തുടങ്ങി. സന്തോഷത്തിന്റെ പടം തുടങ്ങുമ്പോ തന്നെ എന്നെ കാണിക്കുന്നത് അവിടെ തന്നെ കരച്ചിൽ. എന്തിനാണ് ഇങ്ങനെ കരയണമെന്ന് ചോദിച്ചില്ല. സന്തോഷമാണ്. അവര് സന്തോഷിച്ച് ആ ഒരു സന്തോഷത്തിന് എനിക്കും ഭാഗം ആവാൻ പറ്റിയതിനും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയതിനും ഇതൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഇവരുടെയൊക്കെ അല്ലേ? അതെ, റോഷനൊക്കെ അത് വെച്ച് നോക്കും ഭാഗ്യവാൻ തന്നെയാണ്. പിന്നെ ഭയങ്കര വിഷമം. എനിക്കിത് ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ ചന്ദ്രൻ ഓഡിഷൻ പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ എവിടെ എത്തി ഇപ്പം? പൈസ തിരിച്ചു കൊടുത്തില്ല. പ്രഷർ അറിയേണ്ടതാണ്. ഇതൊക്കെയാണ് സിനിമ എന്ന്. ആ സിനിമയാണ് ചില ആളുകൾ ഒന്നും അറിയാതെ വലിച്ചേറി ഒട്ടിക്കുന്നത്. അതുകൂടെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അധ്വാനമാണ് ഇവരുടെയൊക്കെ സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോഴേ അല്ലേ? ഇതൊന്നും ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്ന അത്തരം സിനിമകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. വലിച്ചേറി ഒട്ടിക്കുമ്പോൾ ആലോചിക്കുക, സിനിമയുടെ വഴിക്ക് വിടുക. ഇവരൊക്കെ അധ്വാനമാണ് സിനിമയെന്ന് വലിച്ചേറി ഒട്ടിക്കുന്നവരോ മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ. അല്ലാത്തവരോട് ആരോടും ഞാൻ പറയുന്നത്. എനിക്കൊന്നും സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായാൽ മാത്രം നമ്മൾ അതിനപ്പുറം ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് നിങ്ങൾ അറിയുമോ, അതിനായിട്ട് നിങ്ങൾ സിമ്പതി കാണിക്കുമോ, ഒന്നും വേണ്ട. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു. അല്ല, ഞാൻ ഈ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞ കേട്ടറിഞ്ഞു പോകല്ല, കണ്ടറിയേണ്ട സിനിമയെന്ന് ഞാൻ പറഞ്ഞു. ഈ സിനിമ അങ്ങനെയാ, കണ്ടറിയണം, അത്രേ ഉള്ളൂ. കേട്ടറിഞ്ഞിട്ടുള്ളൊരു സപ്പോർട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ കുറെ കൂടെ നമ്മൾ കാണുന്നത് ഈ അമ്മമാർ അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഓഡിയൻസിനകത്ത് തിയേറ്ററിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കണ്ടു പോയിട്ടുള്ളവരാണ് ഫാമിലിനെ കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കേട്ടറിഞ്ഞുള്ള പബ്ലിസിറ്റി നമുക്കിപ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതുകൊണ്ട് കേട്ടറിഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കണ്ടറിയുകയും ചെയ്യണം. പിന്നെ ചിലരുണ്ട് ഇത് കേട്ടിട്ട് ഇത് സത്യമാണോന്ന് അറിഞ്ഞിട്ട് പോയി ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. കുറ്റം പറയാൻ വേണ്ടി പോയിട്ട് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എല്ലാം കൊണ്ട് ഭാഗ്യവാന്മാരാ. ഇപ്പൊ ഓക്കെ അല്ല എല്ലാ കാര്യങ്ങളും? എല്ലാം സേഫ് അല്ലേ? അടുത്ത സിനിമ തീരുമാനമായിട്ടില്ല, ഇങ്ങനെ നടക്കുന്നു. എങ്ങനെ കേട്ടില്ല? അപ്പൊ സൂപ്പർ ആവട്ടെ. ഇനിയും തിയേറ്ററിൽ പോയി കാണാൻ ഉള്ളവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാൻ. കാരണം വേറെ സിനിമകളൊന്നും അങ്ങനെ ഓടുന്നില്ല. നവംബറൊക്കെ മുമ്പ്, അടുത്ത മാസം നവംബറാണ്. നവംബറൊക്കെ മുമ്പ് സിനിമ കണ്ടിട്ട് പിന്നെ ഈ സിനിമയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകട്ടെ.
ഇതിന് 50-ാം ദിവസം 100-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതും മമ്മൂക്കായോടൊപ്പം തന്നെ അടിച്ചു പൊളിച്ച്. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. എനിക്ക് ഞങ്ങളുടെ ഫേവറേറ്റ്. എനിക്ക് അത് പറയുന്നത് എനിക്ക് പുള്ളിയുടെ ഫാദറായിട്ടാണ്, ഷൗക്കത്തുക്കായൊക്കെയാണ് ഞാനൊക്കെ ഈ മേഖലയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ കാണാം. ലെൻസ്മാൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അദ്ദേഹത്തെ മോനാണ് എൻ്റെ പ്രൊഡ്യൂസർ, നായകനുമാണ്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയ്ക്ക് വേറൊരു നായകനെ കൂടെ തന്നിരിക്കുകയാണ് കത്താപ്പച്ചല്ല. അങ്ങനെ മലയാള സിനിമയ്ക്ക് എല്ലാവരും തന്നിരിക്കുന്നു. സിനിമ സൂപ്പർ ഹിറ്റാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കാൻ മടിക്കണ്ട, പോയി ടിക്കറ്റ് എടുത്ത് കാണാം. ഒത്തിരി സന്തോഷം. താങ്ക് യു.